ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 8 ഇംഗ്ലീഷ് കൈറ്റ് വിക്ടേഴ്സ് ടീച്ചർ എടുത്ത ക്ലാസ്സും പറഞ്ഞ ആക്ടിവിറ്റീസും ആണ്. ഇന്നെടുത്തത് യൂണിറ്റ് 1 ആണ്, ഹ്യൂസ് ആൻഡ് വ്യൂസ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ പറഞ്ഞു തന്നിരുന്നു ടീച്ചർ ഒരു പിക്ചർ കാണിച്ചു തന്നിരുന്നു അല്ലേ. ഇയാളുടെ ഫസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ എന്താണ്, ഒരാളുടെ ഫേസ് ആണ് കാണുന്നത്. പക്ഷെ നമ്മളൊന്നുകൂടി ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ എന്താണ്, വി ക്യാൻ സീ എ മാൻ റൈഡിങ് ഓൺ എ ഹോഴ്സ് അല്ലെങ്കിൽ സിറ്റിംഗ് ഓൺ എ ഹോഴ്സ്. വി ക്യാൻ സീ എ ലേഡി ലൈയിങ് ദർ. പിന്നെ എന്താണ്, അയാളുടെ ആ മുടി നമുക്ക് എന്താണ്, ഒരു റിവറായിട്ട് വേണമെങ്കിൽ നമുക്ക് തോന്നിക്കാം. അതിൻ്റെ തൊട്ട് പിന്നിലുള്ളത് ബ്രാഞ്ചസ് ആണ് നമുക്ക് പറയാം. അപ്പോൾ ഒന്നുകൂടി ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ പിക്ചറിൽ വേറെ പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ എന്ന് ചോദിച്ചാൽ നമ്മൾ കറക്റ്റ് നോക്കുമ്പോൾ എന്താണ്, വി ക്യാൻ സീ എ മാൻസ് ഫേസ് ഇൻ ദിസ് പിക്ചർ എന്ന് പറയാം. വാട്ട് ആർ ദ ഡീറ്റെയിൽസ് യു നോട്ടീസ് വെൻ യു ലുക്ക് അറ്റ് ഇറ്റ് ക്ലോസ്ലി. ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട്, എ മാൻ സിറ്റിംഗ് ഓൺ എ ഹോഴ്സ്, എ ലേഡി ലൈയിങ് ഓൺ ദി ഫ്ലോർ, വി ക്യാൻ സീ എ റിവർ, വി ക്യാൻ സീ സം ബ്രാഞ്ചസ് എന്നൊക്കെ നമുക്ക് എഴുതാം. ഹൗ ഡിഡ് ദ ആർട്ടിസ്റ്റ് ഹൈഡ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഫ്രം അവർ eyes at first sight? He hid all the details tactfully using his drawing skills എന്ന് പറയാം അല്ലേ. അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ് സ്കിൽസ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം അത്രയും ഭംഗിയായിട്ട് ആ ചിത്രം വരച്ചിട്ടുള്ളത്. പിന്നെ പറഞ്ഞത് മിസ്റ്റീരിയസ് പിക്ചറാണ്. മിസ്റ്റീരിയസ് പിക്ചർ ആരിനെ പറ്റിയിട്ടാണ്, ടില്ലിനെ പറ്റിയിട്ടാണ്. ടില്ല് ആരാണ്, ഒരു പെയിൻറ്ററാണ് അല്ലേ. അപ്പോൾ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ളൊരു പെയിൻറ്ററാണ്. അതുപോലെ തന്നെ ഹീസ് ഹാവിങ് എ ടങ് ഇൻ ഹിസ് ഹെഡ്. അദ്ദേഹം വളരെയധികം കൗശല ബുദ്ധിയുള്ള ഒരു മനുഷ്യനുമാണ്. അപ്പോൾ ഇതിൽ 2 പാരഗ്രാഫാണ് നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തന്നിരുന്നത്. ഈ ലെസൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെസൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ മീനിങ്സും എല്ലാതും കാണാൻ പറ്റും. ഓക്കെ, ചാൾസ് ഡി കോസ്റ്റയെ പറ്റി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന ഫാദർ ഓഫ് ബെൽജിയൻ ലിറ്ററേച്ചർ ആയിട്ടാണ്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്, ഓഗസ്റ്റ് 20, 1827 മ്യൂണിച്ചിലാണ് ജനിച്ചത്. ഡി കോസ്റ്റ ലിവ്ഡ് മോസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ഇൻ പോവർട്ടി. അദ്ദേഹം വളരെയധികം ദാരിദ്ര്യത്തിലാണ് ജീവിച്ചിരുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം എഴുതിയിരുന്നത്, പൊളിറ്റിക്കൽ ആർട്ടിക്കിൾസ്, രാഷ്ട്രീയപരമായിട്ടുള്ള ആർട്ടിക്കിൾസ് എഴുതിയിരുന്നു, നോവൽസ് എഴുതിയിരുന്നു. അദ്ദേഹം ആദ്യമായി വർക്ക് ചെയ്തത് എങ്ങനെയാണ്, ഒരു ഫ്രീലാൻസ് റൈറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. പിന്നെ അദ്ദേഹം ഫ്രഞ്ച് ലിറ്ററേച്ചറിൻ്റെ ഇൻസ്ട്രക്ടറായിട്ടൊരു മിലിറ്ററി സ്കൂളിലും വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചിരുന്നത് എന്താണ്, മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ കടന്നു പോകുന്നത് ഒരേ സ്റ്റേജിലൂടെ തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. വെൻ ടു പെസൻസ് ആൻഡ് കളക്റ്റഡ് ദെയർ ടെയിൽസ്, ഹി ലുക്ക്ഡ് ഇൻ ദ ഫ്ലെമിഷ് പാസ്റ്റ് ആൻഡ് സ്റ്റഡീഡ് ഇറ്റ്സ് ഹിസ്റ്ററി ആൻഡ് ഇറ്റ്സ് പെയിൻറ്റേഴ്സ്. അദ്ദേഹം ഫ്ലെമിഷ് പെയിൻറ്റേഴ്സിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ പെസൻസിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് അവരുടെ പല അനുഭവ കഥകളും കേട്ടിരുന്നു. These interests gave direction to his talent and gave shape to his art. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് വർദ്ധിപ്പിക്കാൻ സഹായിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്സ് ആണിത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേ എന്നായിരുന്നു എന്നാ പറയുന്നത്, ഹി ബ്രെത്ത് ഹിസ് ലാസ്റ്റ് ഓൺ 7th May 1879 at the age of 51. Wander, to move without purpose or specified destination, often in search of livelihood. അങ്ങനെ പ്രത്യേകിച്ചൊരു ഉദ്ദേശവുമൊന്നുമില്ലാതെ വെറുതെ കറങ്ങി നടക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക, വാണ്ടർ എന്ന് പറയുന്നത്. വാട്ട് അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ. എന്താണ് ടില്ലിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്, ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്ങും അദ്ദേഹത്തിൻ്റെ ആകെയുള്ള ആ ഒരു അപ്പിയറൻസുമാണ് എല്ലാവരെയും അദ്ദേഹത്തിലേക്ക് ആകൃഷ്ടനാക്കിയത്. അദ്ദേഹത്തിൻ്റെ തൊപ്പിയുടെ മുകളിൽ 3 തൂവലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ, ഹു സ്റ്റോപ്ഡ് ഹിം അറ്റ് ദ എൻട്രൻസ്. ആരാണ് അദ്ദേഹത്തെ ആ പാലസിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്തത്, ആണ് ദ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ്. ഹൗ വാസ് എ ക്യാപ്റ്റൻ ഡ്രസ്ഡ്. ക്യാപ്റ്റൻ്റെ ഡ്രസ്സിങ് എങ്ങനെയായിരുന്നു, ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ് ഇൻ ഹിസ് ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോം. അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് ഡ്രസ്സ് ചെയ്തിരുന്നത് ആ ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോമിൽ. എന്താണ് ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോം നമുക്ക് നോക്കാം. കണ്ടോ, ഈ ഒരു യൂണിഫോമിനെയാണ് നമ്മൾ ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോം എന്ന് പറയുന്നത്. കണ്ടോ, ഗോൾഡൻ കളറൊക്കെ ഉണ്ട് അതിൽ. ലോഫർ, എന്താണ് ആ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ് ടില്ലിന് എന്താണ് പറയുന്നത്, ലോഫർ എന്നാണ് പറയുന്നത് അല്ലേ. ലോഫർ എന്ന് പറഞ്ഞാൽ എന്താ, എ പേഴ്സൺ ഹു വേസ്റ്റ് ദെയർ ടൈം റേദർ ദാൻ വർക്കിംഗ്. പണി ചെയ്യാതെ വെറുതെ സമയം കളയുന്ന ആൾക്കാരെയാണ് ലോഫർ എന്ന് പറയാം. വാട്ട് വാസ് ദ ക്യാപ്റ്റൻ ഡൂയിങ് ദെൻ. ക്യാപ്റ്റൻ എന്താ ചെയ്തിരുന്നത് ടില്ല് വരുമ്പോൾ, ദ ക്യാപ്റ്റൻ വാസ് പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ് വിത്ത് അനദർ ഓഫീസർ. മറ്റൊരു ഓഫീസറുമായിട്ട് അദ്ദേഹം ചെസ് കളിക്കുകയായിരുന്നു. ഫ്ലാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിഫേഴ്സ് ടു ദ ഏരിയ ഓഫ് നോർത്ത് ഈസ്റ്റ് ഫ്രാൻസ് ആൻഡ് ബെൽജിയം. നോർത്ത് ഈസ്റ്റ് ഫ്രാൻസിലെയും ബെൽജിയമിലെയും ഒരു ഏരിയനെ പറയുന്നതാണ്, ഒരു സ്ഥലത്തെ പറയുന്നതാണ് എന്ത്, ഫ്ലാൻഡേഴ്സ്. ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം, അദ്ദേഹം ഈ ടോൾ ആണ്, വെൽ ബിൽഡ് ആണ്, ഹാൻസം ആണ്, റെഡ് ഹെയർഡ് ആണ്, ഗോൾഡ് ബ്രെയ്ഡഡ് ആണ് നമുക്ക് പറയാം. How can we describe the captain using these words? The captain of guards is his
ടോൾ, വെൽ ബിൽഡ് ആൻഡ് റെഡ് ഹെയർഡ് മാൻ അല്ലേ. അദ്ദേഹം നീളമുണ്ട്, അതുപോലെ തന്നെ വെൽ ബിൽഡ് ആണ്, സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ റെഡ് ഹെയർഡ് ആണ്. ഹി ലുക്സ് ഹാൻസം ഇൻ ഹിസ് ഗോൾഡ് ബ്രേഡഡ് യൂണിഫോം. ആ യൂണിഫോമിൽ അദ്ദേഹം വളരെയധികം ഹാൻസം ആയിരുന്നു. ഇത് നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റി ഇതാണ്. ഐസ്, നോസ്, ലിപ്സ്, ഫേസ്, ഹെയർ, ഏജ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ണുകൾ നമുക്ക് സ്മോൾ ആണെന്ന് പറയാം, ലാർജ് ആണെന്ന് പറയാം, ബ്രൈറ്റ് ആണെന്ന് പറയാം, റൗണ്ട് ആണെന്ന് പറയാം അല്ലേ. പല വേർഡ്സ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂസിങ് എനി ഓഫ് ദീസ് ഡിസ്ക്രൈബിങ് വേർഡ്സ് ഡിസ്ക്രൈബ് യുവർ ഫ്രണ്ട്. ഈ ഏതെങ്കിലും വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളോട് നിങ്ങളുടെ ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഇന്നത്തെ ആക്ടിവിറ്റി തന്നിരുന്നത്. അന്ന ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഷീ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ചാമിങ് ഗേൾ. She is taller than me and has straight brown hair and deep chestnut brown eyes. Her nose is pointed and lips are thin. Like most teenagers, she pays a lot of attention to her appearance and likes dressing in the latest and most extravagant fashion. I don't think I have seen her in a t-shirt or jeans. അപ്പോൾ അന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ചാമിങ് ആണ്. അവളുടെ ഹെയർ എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ആണ്, ബ്രൗൺ ആണ്. കണ്ണ് എങ്ങനെയാണ്? ബ്രൗൺ ആണ്. ചെസ്റ്റ്നട്ട് ബ്രൗൺ ഐസ് ആണെന്ന് പറയുന്നുണ്ട്, ഡീപ്പ് ആണെന്ന് പറയുന്നുണ്ട്. അവളുടെ മൂക്ക് എങ്ങനെയാണ്? മൂക്ക് പോയിന്റഡ് ആണ്, അതുപോലെ തന്നെ ചുണ്ടുകൾ തിന്നാണ്. പിന്നെ എന്താണ് പ്രായം? ഷീസ് എ ടീനേജർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ടീനേജർ ആണ്, അപ്പിയറൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞു. പിന്നെന്താ? ബൈ നേച്ചർ അന്ന ഈസ് കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് ഔട്ട് ഗോയിങ് ആൻഡ് ദ തിങ് ഷീ ലൈക്സ് ബെസ്റ്റ് ഈസ് ബീയിങ് ദ സെൻറ്റർ ഓഫ് അറ്റൻഷൻ. അവൾ വളരെയധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു, എല്ലാവരുടെയും അറ്റൻഷൻ അവളിലേക്ക് വരാൻ അവൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഹെ ബിഗസ്റ്റ് ഡ്രീം ഈസ് ടു ബിക്കം എ സിംഗർ and I truly believe that one day she will make her wish come true. അവളുടെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? വലിയൊരു സിംഗർ ആവാന്നുള്ളതാണ്. എനിക്ക് ഉറപ്പുണ്ട് അവൾ എന്തായാലും അതിൽ അങ്ങനെ വലിയൊരു നിലയിലേക്ക് എത്തും. അന്ന ഹാസ് won many prizes and has taken part in many concerts. പല പ്രോഗ്രാംസിലും പങ്കെടുത്തിട്ട് അവൾക്ക് വളരെയധികം പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ഷീ സിങ്സ് റിയലി ഇൻക്രെഡിബിളി. കാരണം അവൾ വളരെ നന്നായി തന്നെ പാട്ട് പാടും, അവളുടെ സൗണ്ടൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഇതുപോലെ എഴുതാം. ജോർജ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഹീ ഈസ് 8 years old. ഹീ ലിവ്സ് നെക്സ്റ്റ് ഡോർ ടു മീ. ഹീ ഈസ് ടോൾ ആൻഡ് സ്ട്രോങ്. ഹീ ലൈക്സ് ഗെയിംസ്. ഹീ ഈസ് എ ഗുഡ് സ്വിമ്മർ. ഹിസ് ഫേവറേറ്റ് കളർ ഈസ് ഗ്രീൻ. ഹീ ലൈക്സ് ടു ഈറ്റ് ഫ്രഞ്ച് ഫ്രൈസ്. ഹീ ഈസ് കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. ഇനി കണ്ണുകളൊക്കെ പറ്റി എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അതും എഴുതാം. എന്ത് എഴുതാം? ഹീ ഈസ് ഹാവിങ് ബ്ലാക്ക് ഐസ് ആൻഡ് ഹിസ് ഹെയർ ഈസ് കേളി അല്ലേ. അതൊക്കെ എന്താണ്? ജോർജിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയാണ് ഇന്ന് ക്ലാസ്സിൽ തന്നിരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്